ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? റോഡിലെ പൊടികൾ മുഴുവൻ മുകളിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ബാങ്ക് ഫംഗ്ഷനിലേക്ക് സൂപ്പർ സ്റ്റാർ വരുന്നു. അടികൈ. ഈഷ്, നിങ്ങൾ കവിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എനിക്കാണെങ്കിൽ നെഞ്ച് പടപട നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എനിക്കറിയില്ല. BP കൂടിക്കഴിഞ്ഞാൽ ആർക്കും വരും ഹാർട്ട് അറ്റാക്ക്. എന്റെ കവിത കേട്ടാൽ അതിപ്പോ തന്നെ പോക്ക്. അടികൈ. ഈഷ്, എനിക്ക് കവിതയൊന്നും കേൾക്കണ്ട. എനിക്ക് കരച്ചിലാണ് വരുന്നത്. ചന്ദ്രനിൽ പോയി ഇറങ്ങി നീൽ ആംസ്ട്രോങ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ ക്രൈങ്? എടോ, ഞാൻ കരയുകയൊന്നുമല്ല. പിന്നെ ആരാ കരയുന്നത്? ഈഷ്, കിറ്റി, നീ എന്തിനാണ് കരയുന്നത്? അതിന്റെ കാരണം ഞാൻ പറയാം. ഈഷ്, നീ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കിറ്റിയുടെ റിബൺ കളഞ്ഞു പോയിരിക്കുകയാണ്. എന്ത്? നാട്ടുകാരുടെ റിബൺ കണ്ടുപിടിക്കലാണോ എന്റെ ജോലി? നാട്ടുകാരുടെ അല്ല, കിറ്റിയുടേതാണ്. കിറ്റിയുടെ ബ്ലൂ റിബൺ കാണുവാനില്ല. ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവും. ഉടൻ കണ്ടുപിടിക്കണം. എടാ, ഞാൻ തന്നെ തലയ്ക്ക് ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. ചന്തയിൽ പോയാൽ മലക്കറി വാങ്ങി തിരിച്ചു വരാം. കിറ്റി, നിനക്ക് ഞാൻ പുതിയ റിബൺ വാങ്ങിത്തരാം. അടികൈ. എന്താ കിട്ടി? പ്രോബ്ലം സോൾവ് ആയല്ലോ. സംശയമുണ്ടോ? ഇല്ല, എനിക്ക് ആ റിബൺ തന്നെയാണ് വേണ്ടത്. അതിലെ കോളിയുടെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. കുടയില്ലാതെ മഴയത്ത് നിന്ന് നനയുകയാണോ? നീ കോളിയുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി കരയുകയാണോ? അടികൈ. ഈഷ്, അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ്, വളരെ നല്ല മനുഷ്യനുമാണ്. ഞാൻ പുതിയ ഓട്ടോഗ്രാഫ് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ആ റിബൺ തന്നെയാണ് വേണ്ടത്. അതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തൂ പ്ലീസ്. ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു പോലീസുകാരനെ നിയമിക്കൂ. അതിന് പോലീസുകാരൊക്കെ എവിടെ? അതറിയാവുന്നത് അങ്ങേക്ക് മാത്രാണല്ലോ. അത് അങ്ങയുടെ പോലീസുകാരല്ലേ? ഈഷ്, അതാ ഞാൻ പറഞ്ഞത്. എല്ലാ പോലീസുകാരും അവധിയിലാണ്. ഖന്ന സാറിന്റെ ബാങ്കിലേക്ക് ഇന്ന് സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് പോലും ഇവിടെ ആരുമില്ല. അപ്പൊ പിന്നെ സൂപ്പർ സ്റ്റാറിന്റെ ഗതി എന്താകും? സൂപ്പർ സ്റ്റാറിനെ വിട്ടേക്കടേ. എന്റെ കാര്യം എന്താവുന്ന എനിക്ക് പേടി. എന്നെ തീർച്ചയായും സസ്പെൻഡ് ചെയ്യും. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് അവധി കൊടുത്തത്. അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങള് പോലീസുകാരായി മാറി ആ ഡ്യൂട്ടിയിലേക്ക് പോവാ. ഇത് നല്ല ഐഡിയയാണ് സാർ. നിങ്ങൾക്ക് എന്താണോ വട്ടാണോ? ഇതെങ്ങാനും ആരെങ്കിലും പറഞ്ഞാ എന്നെ തീർച്ചയായും സസ്പെൻഡ് ചെയ്യും. എന്നാ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ കാര്യം ആരും തന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതെ, ഞങ്ങൾ എല്ലാവരും യൂണിഫോം ഇട്ട് അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ വളരെ നന്നായിട്ട് ആ ജോലി ചെയ്തു തീർക്കും. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ തടഞ്ഞു നോക്ക്. ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ ഒരു ചാൻസ് കൊടുത്തു നോക്ക്. അടികൈ. ഓക്കേ ഓക്കേ, വൈകിട്ട് ഫംഗ്ഷൻ ആണ്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ പാണ്ഡ, ഞങ്ങൾക്ക് സ്വീകരണമൊന്നും ഇല്ലേ? ഈഷ്, നീ വെറും പോലീസുകാരനാണ്, സൂപ്പർ സ്റ്റാർ അല്ല. സൂപ്പർ സ്റ്റാർ ദിനേശ് കുമാർ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിട്ട യൂണിഫോം ചെറുതായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനിട്ടത് പോപ്പട്ടിന്റെ യൂണിഫോം ആയിരുന്നെന്ന്. ഈഷ്, എല്ലാവരും അലർട്ട് ആയിരിക്കണം. ആരും തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കേ സർ. ഇന്ന് നമ്മുടെ ബാങ്കിന്റെ 50ാമത് വാർഷികമാണ്. അടികൈ. ഈ വിശേഷ ദിവസത്തിൽ സൂപ്പർ സ്റ്റാർ ദിനേശ് കുമാർ വന്നിരിക്കുകയാണ്. അടികൈ. കന്ന സാറേ, ഇന്നെന്താ കവിതയൊന്നും ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ വെറുതെ ധൃതി പിടിക്കാതെ ഇതാ കേട്ടോളൂ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. സൂപ്പർ സ്റ്റാറിന്റെ ഗുണ്ടകൾ ഡ്യൂപ്പുകളെ ഇടിക്കും. അടികൈ.
സിൽവർ ജൂബിലിയുടെ അന്നേരം നിനക്ക് സസ്പെൻഡ് ആവണമെന്നുണ്ടോ? എന്തിനാ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ കളിയാക്കുന്നത്? ഓ എന്നോട് ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു പോയതാ. തെറ്റിപ്പോകും, തെന്നിപ്പോകും, തെറിച്ചു വീണാൽ കാറ്റ് പോകും. ആ ഞാൻ കവിത നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞുതരാം. നമുക്ക് വേണ്ടി ഇവിടെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ ഇവിടെ 2 വാക്ക് സംസാരിക്കുന്നു. അടികൈ. സൂപ്പർ സ്റ്റാർ ദിനേശ് കുമാർ എത്തിയിരിക്കുന്നു. വാ ഷൂട്ട് ചെയ്യാം. കൊച്ചളിയ അവന്മാരെ പിടിക്ക്. ഇവന്മാര് സൂപ്പർ സ്റ്റാറിനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പിടിക്ക്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഉത്സവത്തിന് പ്രധാനമായും വേണ്ടത് ആനയെയാണ്. ഇദ്ദേഹത്തെ തല്ലുന്ന എന്തിനാ? ഇദ്ദേഹം ക്യാമറാമാനാണ്. ഇയാള് സൂപ്പർ സ്റ്റാറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കായിരുന്നു. മുഴുവൻ പ്രോഗ്രാമും കവർ ചെയ്യണം. സൂപ്പർ സ്റ്റാർ ചീഫ് ഗസ്റ്റ് അല്ലേ, പിന്നെ ഷൂട്ട് ചെയ്യാതെ എങ്ങനെയാണ്? ഇവര് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോറി, കൺഫ്യൂസ് ആയി പോയതാട്ടോ. ഫാന്റാസ്റ്റിക്. എന്നാൽ എനിക്ക് പേടിയാകുന്നു. ഞാൻ ഉടൻ തന്നെ പോകണം. അങ്ങീ ചെറിയ കാര്യം കണ്ട് ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? ഇവൻ പോവാൻ പോവാണ്. ഇവനെങ്ങനെ കിഡ്നാപ്പ് ചെയ്യും? എല്ലാം നശിപ്പിച്ചു. കൊച്ചളിയ ദേ ഇവിടെയുണ്ട് 2 ക്യാമറാമാൻസ്. ആരും അനങ്ങി പോകരുത്. ഞങ്ങൾ ആരെയും തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങൾ സൂപ്പർ സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. അത് ശരി, സൂപ്പർ സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നെന്നോ? തന്റെ കാര്യം ഇതോടെ തീർന്നു. ഓയ്. ഓടിക്കോ, നമ്മളിപ്പോൾ പിടിക്കപ്പെടും. ഓടിക്കോ. അവർ രക്ഷപ്പെടാൻ പാടില്ല. പിടിക്കൂ. പിടിക്കേ. എന്റെ അടുത്ത് കളിക്കാൻ വന്നാ തീർക്കും ഞാൻ. അവനെ വിടരുത്. പിടിക്കേ. ഇതന്നെ പറഞ്ഞത്. മര്യാദക്ക് അവിടെ തന്നെ നിൽക്ക്. അതാണ് നല്ലത്. എന്റെ പണി തീർന്നു. രക്ഷയില്ല. എന്നെ വിടൂ. അടങ്ങിയിരിക്കെ എന്റെ അമ്മച്ചി. എന്നെ വിടൂ. എനിക്കൊന്നും അറിയില്ല. ഞാൻ പോയിക്കോട്ടെ. അയ്യോ, നല്ലല്ലേ? ഓ, നല്ലല്ലേ? അവനെ പിടിക്ക്. അവൻ രക്ഷപ്പെടാൻ നോക്കാണ്. സംശയമുണ്ടോ? വേഗം ഓടി രക്ഷപ്പെട്ടോ. വളരെ നന്നായി. കിഡ്നാപ്പേഴ്സിനെ പിടിച്ചല്ലോ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സബാഷ് ഹണി ബണി. എന്നെ മരത്തിൽ നിന്നും ഇറക്കൂ. ഞാൻ നിന്നെ താഴെ ഇറക്കാം.
ഹണി ബണി ജോർദാർ പോപ്പട്ട്, നിങ്ങൾ അല്ലെങ്കിൽ പോലീസുകാരല്ല, പിന്നെ ഇവിടെ എന്തെടുക്കാണ്? ഈഷ്, ഇവർ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലേക്ക് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളാം, ഫാന്റാസ്റ്റിക്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ രാത്രി 10 മണിക്കോ? എന്നെ പറ്റി നിങ്ങൾ എന്താണ് കരുതിയത്? ഞാൻ മണ്ടനൊന്നുമല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞേ. അതോ നിങ്ങളും കിഡ്നാപ്പേഴ്സ് ആണോ? പോലീസുകാരൊക്കെ അവധിയിലായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഫംഗ്ഷൻ തുടങ്ങിയത്. ഇൻസ്പെക്ടർ പാണ്ഡ വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ സുരക്ഷയ്ക്കായി വന്നത്. പാമ്പിനെ നോവിച്ചാൽ അത് വിടർത്തും പത്തി. ഇൻസ്പെക്ടർ പാണ്ഡയെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. ഇത് ഫാന്റാസ്റ്റിക്. കന്ന സാർ ഒരു കാര്യം മറന്നുപോയി. എന്താ? കവിത പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് അടിക്കൈ. എന്നാൽ നമ്മൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു കൈയടി കൊടുക്കാം. ദേ ആർ ഫാന്റാസ്റ്റിക്, അമേസിംഗ്, മൈൻഡ് ബ്ലോയിങ്. നിങ്ങളെ പോലുള്ള യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത്. എനിക്ക് അഭിമാനം തോന്നുന്നു. ഒന്നുകൂടി നിങ്ങൾക്ക് ഞാൻ കൈയടിക്കാം. അപ്പൊ നാളെ മുതൽ ഞങ്ങൾ വന്നോട്ടെ ഡ്യൂട്ടിക്കായിട്ട്? വേണ്ട.